ഇത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഒരു അയൽവാസി മുടക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ നമ്മൾ പറ്റാവുന്നിടത്തൊക്കെ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഒരു പ്രതികരണവും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇതിലൂടെ ഇപ്പം പ്രായമായ ഉമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് രാത്രിയോ എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് കയറി പോകാനുള്ള വഴിയാണ് ഇവരുടെ അയൽവാസി അടച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിലൂടെയായിരുന്നു ഒരു നടന്നു പോകാനുള്ള വഴിയാണ്. വണ്ടിയൊന്നും ഇറങ്ങില്ല, ഒരു പരിഭവവും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് കയറുന്നതായിരുന്നു. പക്ഷേ അത് അടുത്തുള്ള ഒരു അയൽവാസി മുടക്കിയിരിക്കുകയാണ്. ഒരു 2 വീട് അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റോഡാണെന്നും പറഞ്ഞിട്ട് അടച്ചിരിക്കുന്നത്. പക്ഷേ ഈ റോഡ് എല്ലാവരും വണ്ടികൾ ഓടിച്ചും നടന്നും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരു 10-300 ഫാമിലീസിൻ്റെ താഴേക്ക്. ഈ വീടിൻ്റെ ഇടവഴിയാണെങ്കിൽ വേറൊരു അയൽവാസി ഫുള്ള് കുപ്പിച്ചില്ലും എല്ലാം ഇട്ടിട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ വീട്ടുകാരനായിട്ട് അടിച്ച് ഞങ്ങൾ അയാളോട് തന്നെ ചോദിച്ചു. അപ്പോൾ അയാൾ പറയാം, നിങ്ങൾക്ക് ഞാൻ ആ വഴി വിട്ട് തന്നാൽ നിങ്ങളത് കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ നോക്കും. നമ്മൾ വിൽക്കുകയോ എന്ത് ചെയ്താലും അദ്ദേഹത്തിന് എന്താ. പിന്നെയുള്ളൊരു വഴി ഇതിലൂടെയാട്ടോ, ഒരു ഇടവഴിയാണ്. അതും കണ്ടില്ല, മുൻഭാഗത്ത് നിറച്ചും ഇങ്ങനെ കുപ്പി എന്തൊക്കെയോ കൂട്ടിയിട്ടിരിക്കുന്നു, ഇലകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അത് അകത്തേക്ക് എങ്ങനെയെങ്കിലും കടന്നാൽ തന്നെ മരങ്ങൾ നട്ടുവെച്ചിരിക്കുന്നു. പിന്നെ ആ ഇടവഴി എന്ന് പറയുന്നത് ഫുള്ള് അടുക്കളയിലെ വെള്ളമൊക്കെ ഒഴിച്ചു വിടുകയാണ് അവർ. കണ്ടില്ലേ, എത്രയോ തവണ നമ്മൾ പറഞ്ഞു, അപ്പോഴൊക്കെ നമ്മളെ ചീത്ത വിളിക്കുകയാണ് ഉണ്ടായത്. അവിടെ ഒരു മനുഷ്യനുണ്ട്, ഇങ്ങനെ എന്തോ നമുക്ക് പറയാൻ അറക്കുന്ന വേർഡ്സൊക്കെ ചേർത്തിട്ട് നമ്മളെ ചീത്ത വിളിക്കുക. അതുകൊണ്ട് പിന്നെ നമ്മൾ മിണ്ടാതെയായി. കണ്ടില്ലേ, എല്ലാ വെള്ളവും ഇങ്ങോട്ടേക്കാണ്. ഇപ്പോൾ ഇത് രാവിലെ ആയതുകൊണ്ടാണ് അത്ര ഇത് കാണാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടയാളമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെയും കണ്ടില്ലേ, വരെ ചണ്ടിയായിരുന്നു. അതിൽ പ്ലാസ്റ്റിക്കും ബൾബും എല്ലാം ഉണ്ടാകുമായിരുന്നു. ഞാൻ കുറേയൊക്കെ പെറുക്കി കളഞ്ഞു, ഇങ്ങോട്ടേക്ക് നീക്കി. പറഞ്ഞാൽ അവിടം വരെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അതിര് വരെ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ഈ കുപ്പി കഷ്ണവും കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അത് എവിടുന്നാന്നറിയില്ല. ഇത് നോക്കൂ, പഴയൊരു കഷ്ണമാണ്. ഒക്കെ മനഃപൂർവ്വം നമ്മളിപ്പം ചിലപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയി വരുമ്പോൾ, ഇവിടെ എൻ്റെ ഉമ്മ പ്രായമായതാണ്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വരുമ്പോൾ രാത്രിയാകും ചിലപ്പം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ തട്ടി മുറിഞ്ഞാലും നമ്മളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി അയൽവാസിയെ ഉപദ്രവിക്കരുത് എന്നല്ല കരുതുക. ഇവരൊന്നും അങ്ങനെയല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു കണ്ടീഷനിലാണ്. നമ്മൾ കലക്ടർക്കും വില്ലേജ് ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഒരു നല്ലൊരു നടപടി ഇതുവരെ വന്നിട്ടില്ല.